എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ ക്വാറിയിലൊന്നൊരു സ്കൂബ ഡൈവ് നടത്താം. ഇന്ന് നമ്മളൊരു ഡീപ്പ് ഡൈവാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിനടിയിലുള്ള വീഡിയോസൊക്കെ ഗോപ്രോ ഉപയോഗിച്ചിട്ട് പിടിക്കാം. ഏതായാലും ആ ക്വാറിയിലേക്കുള്ള യാത്ര കുറച്ച് ദുർഘടം തന്നെയാണ്. ഏതായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കൂബ സെറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്വാറിയുടെ ആഴങ്ങളിലേക്ക് പോയി നോക്കാം. നമ്മളേതായാലും നമ്മുടെ വെറ്റ് സ്യൂട്ടൊക്കെ ധരിച്ചു. ഇനി നമുക്ക് സ്കൂബ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ പേരാണ് BCD എന്ന് പറയുന്നത്. ബോയൻസി കൺട്രോൾ ഡിവൈസ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് വെള്ളത്തിനടിയിൽ ബോയൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗ് പോലുള്ള സാധനം ഉപയോഗിക്കുന്നത്. നമ്മളത് സിലിണ്ടറിൽ ധരിക്കുന്നു. ശേഷം നല്ല ടൈറ്റായിട്ട് ധരിക്കണം. കാരണം സിലിണ്ടർ വേറെ പോകരുത്. സിലിണ്ടറിന് വെള്ളത്തിനടിയിൽ മുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഓക്കെ എല്ലാം ഫിറ്റായിട്ട് ധരിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് വായു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അന്തരീക്ഷ വായുവാണ് ആ സിലിണ്ടറിൽ നടക്കുന്നത്. അപ്പോൾ ആ വായു നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ റെഗുലേറ്റർ, അതായത് ഡിമാൻഡ് റെഗുലേറ്റർ അസംബ്ലി നമ്മളതിൽ ധരിക്കാൻ പോകുന്നു. ധരിച്ചു. ഓക്കെ, എല്ലാം റെഡിയാണ്. ഇനി നമുക്കിത് BCDയിലേക്ക് കണക്ട് ചെയ്യണം. അത് BCDയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് നോക്കാം, ഒന്ന് തുറന്ന് നോക്കാം. എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പുറത്തുള്ളത് ഗേജാണ്, പ്രഷർ ഗേജാണ്. ഓക്കെ, ഇപ്പോൾ നോക്കുമ്പോൾ 200 ബാർ എയർ ഉണ്ട് സിലിണ്ടറിൽ. കുഴപ്പമില്ല. പ്രഷർ ഗേജിൽ അവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ റെഡിയാണ്. ഇനി നമുക്കൊന്ന് എയറൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പേരാണ് ഡൈവ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഡെപ്തും അതുപോലെ നമ്മുടെ സിലിണ്ടറിലെ പ്രഷറും എയറിൻ്റെ അളവും അതുപോലെ അവിടുത്തെ ടെമ്പറേച്ചറും എല്ലാം കാണിച്ചു തരുന്നൊരു ഡൈവ് കമ്പ്യൂട്ടറാണ്. അത് നമ്മൾ കയ്യിൽ ധരിക്കുന്നു. അതിനുശേഷം നമ്മൾ ടാങ്ക് ബോർഡ് ഉപയോഗിച്ചിട്ട് അതിന് ഒന്ന് കണക്ട് ചെയ്യണം. നമ്മുടെ സിലിണ്ടറുമായിട്ട് അതൊന്ന് കണക്ട് ചെയ്യണം. നമ്മുടെ സ്കൂബ സെറ്റുമായിട്ട് അതൊന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, അത് കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും റെഡിയാകുകയാണ് നമുക്ക് ഒരു ഡീപ്പ് ഡൈവ് നടത്താൻ. ഓക്കെ, എല്ലാവരും റെഡി. അപ്പോൾ നമുക്ക് വെള്ളത്തിനടിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചെറിയൊരു ഡീപ്പിൽ പോയിട്ട് അവിടെയുള്ള അവിടെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പിന്നീട് ഡീപ്പ് ഡൈവ് അടിക്കാം. കാരണം ഡീപ്പിൽ വെളിച്ചം ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാനിപ്പോൾ മൂക്ക് പിടിച്ച് അമർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രഷർ ഉണ്ടാകും. അപ്പോൾ ആ പ്രഷർ കാരണം നമ്മുടെ ചെവി വേദന ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈക്വലൈസ് ചെയ്തതാണ്. ഇപ്പോൾ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും റെഡിയാണ്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിനടിയിലുള്ള കാഴ്ചകളൊക്കെ കാണാം. ആ പാറക്കറിയിലുള്ള ഇതൊക്കെ ഒരു 10 മീറ്റർ താഴ്ചയേ ഉള്ളൂ, ഡീപ്പായിട്ടില്ല. ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഡീപ്പാണ്. ഓക്കെ, ഇതൊക്കെ ഒരു 6 മീറ്റർ താഴ്ചയിലുള്ള വീഡിയോ ആണ്. ഇവിടെയൊക്കെ നല്ല വെളിച്ചമുണ്ടാകും. പക്ഷേ കുറച്ച് ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം ഉണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, നല്ലൊക്കെ ഉണ്ട്. ഇങ്ങനെ വെള്ളത്തിനടിയിലുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടുപോകാം. ഇത് ചെറിയൊരാളാണ്, 4 മീറ്റർ താഴ്ചയിലാണ്. അവിടെ മീനൊക്കെ ഉണ്ട്. നമ്മൾ മീൻ വരാൻ വേണ്ടിയിട്ട് മീനിന് ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും ഒരു നിശ്ചിത താഴ്ചയിൽ നമുക്ക് കുറച്ച് വെള്ളം റൗണ്ടായിട്ട് വിടുന്നുണ്ട്. കാണാവുന്നത് കാണാം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ അവിടെ ഒരു ബോയൻസിയിൽ നിൽക്കുകയാണ്. ഇനി ഡീപ്പിലേക്ക് പോകുമ്പോൾ ഈ വെളിച്ചമൊന്നും ഉണ്ടാവില്ല. കാരണം ഡീപ്പിലൂടെ പോകുമ്പോൾ വേറെയും കാര്യമുണ്ട്. നമ്മൾ മൂക്ക് പിടിച്ചിട്ടൊന്ന് ഈക്വലൈസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്രഷർ ഈക്വലൈസ് ചെയ്യുന്നതാണ്. കാരണം വെള്ളത്തിനടിയിലോട്ട് പോകുന്നതോറും അവിടുത്തെ പ്രഷർ കൂടും. കാരണം അന്തരീക്ഷ പ്രഷർ, ഒരു ബാർ പ്രഷർ ഉണ്ട് നിങ്ങൾക്കറിയാം. അതുപോലെ ഓരോരോ 10 മീറ്റർ കൂടുമ്പോഴും ഓരോരോ ആംബിയൻ്റ് പ്രഷർ കൂടെ കൂടും. അതൊക്കെ നമ്മുടെ ശരീരത്തിനെ അതുപോലെ നമ്മുടെ സൈനസിനെയൊക്കെ ബാധിക്കും. അപ്പോൾ നമ്മൾ ഈക്വലൈസ് ചെയ്ത് വേണം പോകാൻ. ഏതായാലും നമുക്ക് എല്ലാവരും കൂടിയിട്ട് നമുക്ക് കുറച്ച് ഡീപ്പിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ മാസ്ക് നമുക്ക് റെഗുലേറ്റർ ഇപ്പോൾ ഊരി മാറ്റാം. ഒരിക്കലും എയർ ഹോൾഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ വായിലൂടെ ചെറിയ തോതിൽ നമ്മൾ വിട്ടുകൊണ്ടിരിക്കും. ഇനി നമുക്കൊന്ന് നമ്മുടെ ഹാഫ് ഫേസ് മാസ്ക് ഒന്ന് ക്ലിയർ ചെയ്യാം. അത് ഓക്കെ, എല്ലാം കറക്റ്റാണ്. ഇതൊന്ന് ധരിച്ചേക്കാം.
ഡീപ്പിൽ പോകുന്നതിന് മുമ്പേ നമ്മളെല്ലാം ഒന്ന് സെറ്റായിട്ട് തന്നെ പോകാം, എല്ലാം ലെവലാക്കിയാൽ. അതിപ്പോൾ മാസ്കിനകത്തുള്ള വെള്ളം കളഞ്ഞാണ് മുകളിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ട് മൂക്കിലൂടെ ശ്വാസം വിടുക. അപ്പോൾ ആ ഫേസ് മാസ്കിനകത്തുള്ള വെള്ളം പുറത്തേക്ക് പോകുന്നതാണ്. ഡീപ്പിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രഷർ കൂടുന്നുണ്ട് ഈ ആ ഫേസ് മാസ്കൊക്കെ ടൈറ്റ് ആകാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള ഡീപ്പ് എന്ന് പറഞ്ഞ് ചെറുതാണ്. ഇനി നമുക്ക് താഴോട്ട് നോക്കാം, താഴോട്ട് പോകാം. ഇനി കുറച്ച് ഡാർക്കിലേക്കായിരിക്കും പോകുന്നത്. ടോർച്ചൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാർക്കൊറിയിൽ നല്ല ഡീപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രഷർ, നമ്മുടെ സൈനസിനൊക്കെ പ്രശ്നം വരുന്നതുകൊണ്ട് മൂക്ക് ഒന്ന് നമ്മൾ പ്രസ് ചെയ്തിട്ട് ചെവിയിലൂടെ എയർ വിടും, ഇപ്പോൾ ചെയ്യുന്ന പോലെ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അവിടെ നമ്മുടെ ചെവിയൊക്കെ ഒന്ന് ഈക്വലൈസ് ചെയ്യും. നമുക്ക് ഈക്വലൈസ് ആയി കഴിഞ്ഞാൽ മാത്രം, ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ചെവി വേദനയായിരിക്കും. ഏതായാലും നമ്മൾ കുറച്ച് താഴോട്ട് പോയി. ഇതൊരു 10-14-15 മീറ്റർ ആകുമ്പോഴേക്ക് തന്നെ ഡാർക്കായി, ഇരുട്ടായി. ഇനി നമുക്ക് താഴോട്ട് പോകാം. ഈ ക്യാമറ ഉപയോഗിച്ചിട്ട്, ഈ ഗോപ്രോ ഉപയോഗിച്ചിട്ട് 24 മീറ്ററിന് വരെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറ 24 മീറ്ററിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഡീപ്പിലാണ്. അവിടെ ആയതുകൊണ്ട് നമ്മൾ ടോർച്ച് ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇവിടുന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാവും. ഇതിപ്പോൾ എത്ര എയർ ഉണ്ടെന്ന് ചോദിച്ചതാണ്, എൻ്റെ സിലിണ്ടറിൽ എത്ര എയർ ഉണ്ടെന്ന് ചോദിച്ചതാണ്. ഈ മാസ്ക് വിഷനൊന്ന് ക്ലിയർ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല. കാരണം ഡീപ്പിലൊരു പ്രത്യേകത, നമ്മൾ എയർ നമ്മൾ ഉപയോഗിക്കുന്നത് സിലിണ്ടറിൽ നിന്നുള്ള എയർ കൺസംഷൻ കൂടും. കാരണം നമ്മുടെ ശ്വാസകോശം ചുരുങ്ങും. നല്ല ആഴത്തിൽ പോയി കഴിഞ്ഞാൽ ശ്വാസകോശം വല്ലാണ്ട് ചുരുങ്ങും. അപ്പോൾ നമ്മൾ വലിച്ച് നമ്മൾ ശരീരത്തിലേക്ക് കയറ്റുന്ന എയറിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സിലിണ്ടറിലെ എയർ ഡീപ്പിൽ കൂടുന്തോറും സിലിണ്ടറിൻ്റെ എയർ പെട്ടെന്ന് തന്നെ തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിനടിയിലൊക്കെ ചിലവഴിച്ചു. ഇനി നമ്മളൊരു കാര്യമുണ്ട്, നമ്മൾ കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ ചിലവഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അസെൻഡ് ചെയ്ത് മുകളിലേക്ക് വരാൻ പാടില്ല. കാരണം അത് നമുക്ക് ശരീരത്തിൽ നൈട്രജനൊക്കെ കൂട്ടും. അതുകൊണ്ട് തന്നെ നമ്മളതിന് ശേഷം ഡീപ്പ് ഡൈവ് ചെയ്തതിന് ശേഷം ഒരു 6 മീറ്റർ, ഒരു 4 മീറ്ററും അതുപോലെ 6 മീറ്ററിന് ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, സേഫ്റ്റി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് നേരം, അതായത് ഒരു 3 മിനിറ്റ് നേരം നിൽക്കും. അത് നമ്മുടെ ഡൈവിംഗ് കമ്പ്യൂട്ടർ നമുക്ക് കാണിച്ചു തരും. ഇത്ര സമയമായി, എത്ര നേരം സേഫ്റ്റി സ്റ്റോപ്പ് എടുക്കണം എന്നൊക്കെ നമ്മുടെ ഡൈവിംഗ് കമ്പ്യൂട്ടർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മളവിടെ ഏകദേശം ഒരു 4 മുതൽ 6 മീറ്റർ വരെയുള്ള പരിധിയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഒരു 3 മിനിറ്റ് നേരം നിൽക്കുകയാണ്. അതിനുശേഷം മാത്രമേ പൊങ്ങി വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശ്വാസകോശമായും ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, ആ 3 മീറ്റർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെല്ലെ പൊങ്ങാനുള്ള, അതായത് അസെൻഡ് ചെയ്യാനുള്ള സിഗ്നലൊക്കെ കൊടുത്തു നമ്മൾ മെല്ലെ പൊങ്ങി വരിക. ഓക്കെ, അപ്പോൾ ഒരു സെൽഫിയൊക്കെ പിടിച്ചേക്കാം. അങ്ങനെ മുകളിലേക്ക് നമ്മൾ മെല്ലെ വരികയാണ്. അപ്പോൾ നമ്മൾ കൈ ഒന്ന് എലിവേറ്റ് ചെയ്ത് പിടിക്കണം. കാരണം മുകളിൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കൈ എലിവേറ്റ് ചെയ്ത് പിടിച്ച് നമ്മൾ മെല്ലെ പൊങ്ങി വരുന്നു. ഓക്കെ, ഏതായാലും നമ്മളൊരു ഡീപ്പ് ഡൈവ് ചെയ്യാൻ അടിച്ചു. അതുകൊണ്ട് ഇരിക്കട്ടെ ഒരു സ്ലോ മോഷൻ. ഇത് ഒരു ഫോണിലെടുത്താണ്, സ്ലോ മോഷനായിട്ട് തന്നെ എടുത്തത്. അത് അതുപോലെ ഇട്ടാണ്. ആരും ഒന്നും വിചാരിക്കരുത്. ഓക്കെ, ഇതാണ് നമ്മളൊരു ഡീപ്പ് ഡൈവ്. ഇനി നമുക്ക് ഡൈവ് മുമ്പേ, അപ്പോൾ നമ്മൾ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിണ്ടറൊക്കെ ആവശ്യമാണ്. അപ്പോൾ സിലിണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ സിലിണ്ടർ എങ്ങനെയാണ് നടക്കുന്നതെന്നും അതൊക്കെ കാണാം. അത് നമ്മളൊരു കംപ്രസറാണ് ഉപയോഗിക്കുന്നത്. ആ കംപ്രസർ ഇപ്പോൾ കാണിച്ചാൽ എങ്ങനെയാണ്. ഇതിൽ അന്തരീക്ഷ വായു തന്നെയാണ് ഇറക്കുന്നത്. കംപ്രസ് ചെയ്തിട്ട് അന്തരീക്ഷ വായുവാണ് ഇറക്കുന്നത്. ചില ആൾക്കാരൊക്കെ പറയും ഓക്സിജൻ സിലിണ്ടർ എന്നൊക്കെ പറയും. ഓക്സിജൻ അല്ല, നമ്മൾ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു തന്നെയാണ് ഇതിൽ നിറക്കുന്നത്. അത് നമ്മളൊരു കംപ്രസർ ഉപയോഗിക്കും. ആ കംപ്രസറാണിത്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മളതിൽ എയർ നിറക്കുന്നത്. ഈ കംപ്രസർ ഉപയോഗിച്ചിട്ടാണ് എയർ ഇറക്കുന്നത്. ഇത് BS8-നും അതുപോലെ തന്നെ സ്കൂബക്കൊക്കെ ഉപയോഗിക്കുന്ന, എയർ നിറക്കാൻ ഉപയോഗിക്കുന്നൊരു കംപ്രസറാണ്. ഇവിടെ 2 കംപ്രസറാണ് കാണുന്നത്. നമ്മൾ അതിൽ സിലിണ്ടർ കണക്ട് ചെയ്തതിന് ശേഷം കംപ്രസർ ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് എയർ ഉള്ളത് അതിൻ്റെ അളവൊക്കെ അവിടെ കാണിക്കും. ഇതിലിപ്പോൾ 200 ബാർ പ്രഷർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടായി പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സിലിണ്ടർ നിറക്കുന്നത്. പിന്നീട് നമ്മൾ സിലിണ്ടറൊക്കെ ആയി നമ്മൾ പാറക്കുളത്തിലേക്ക് എത്തുന്നു. പിന്നെ നമ്മളവിടെയൊക്കെ അൺലോഡ് ചെയ്യണം. ഇതൊക്കെയാണ് ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ. ഇതൊക്കെ അലുമിനിയം സിലിണ്ടറുകളാണ്. ഇതുപോലെ സ്കൂബ ഡൈവിന് സ്റ്റീൽ സിലിണ്ടറുകളും ഉപയോഗിക്കാറുണ്ട്.
ഓക്കെ, എല്ലാവരും റെഡിയായി. ഇന്നത്തെ കാലാവസ്ഥ കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്തിരുന്നു. ഇറങ്ങുന്നതിന് മുമ്പേ ഒരു നറേഷനാണ്. അപ്പോൾ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഒരു നറേഷൻ. ഏതായാലും ഡൈവ് കഴിഞ്ഞ് നമുക്കൊരു ഫ്രീ ഡൈവ് അടിച്ചേക്കാം. ഏതായാലും കയ്യിൽ ഗോപ്രോ ഉണ്ടല്ലോ, ഒരു ഫ്രീ ഡൈവ് അടിച്ചേക്കാം. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ, കൊള്ളാം, നല്ല സീനാണ്. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഈ പാറക്കുളത്തിൻ്റെയൊക്കെ അടിവശത്ത് ഇതൊക്കെ വലിയ ഡീപ്പൊന്നുമില്ല, ചെറിയ ഡീപ്പാണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ സ്കൂബ ഡൈവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.